വ്യക്തമായിട്ടുണ്ട്. വളരെ ശുഭോദർക്കമായ ചർച്ചയും തീരുമാനമാണ്. തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പേരിനൊപ്പം നിൽക്കണം എന്ന സ്വാഭാവികമായ ഹൈക്കമാൻഡിന്റെ ആവശ്യം അവർ ഘടകകക്ഷികളുടെ മുന്നിൽ വെക്കും. അതൊരു സമവായം എന്ന നിലയിലായിരിക്കും ഘടകകക്ഷികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. അത്തരം നീക്കങ്ങളിൽ ആശങ്കയുണ്ട് താനും. ഈ ഗ്രൂപ്പുകൾക്ക്, ഈ ബ്രിഗേഡുകൾക്ക്, ഈ പക്ഷങ്ങൾക്കൊക്കെ അത്തരം നീക്കങ്ങൾക്ക് ആശങ്കയുണ്ട് താനും. ചില മുതിർന്ന നേതാക്കളെ കൂടി കേൾക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരായ കെ മുരളീധരൻ, VM സുധീരനൊപ്പം പ്രവർത്തക സമിതി അംഗമായ AK ആന്റണി തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ കൂടി ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇനി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് അന്തിമം. അതിനൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം വ്യക്തമാക്കി കഴിഞ്ഞു. അണിയറ നീക്കങ്ങൾ ഈ സമയങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. ഈ CLP ചേർന്നതിന് ശേഷം, അതായത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് ശേഷം അടുത്ത മിനിറ്റിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി റെഡി എന്നാണ് നേതാക്കൾ പറഞ്ഞത്. പക്ഷേ അതാ ദിവസങ്ങൾ പിന്നിടുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 7 ദിവസം പിന്നിടുന്നു. ഇപ്പോഴും ആ ചർച്ച അനിയന്ത്രിതമായി അങ്ങനെ നീങ്ങുകയാണ്. ഹൈക്കമാൻഡിന്റെ മുന്നിൽ ചില ഫോർമുല രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാകുന്ന മറ്റ് നേതാക്കളെ കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അത്